ഹലോ ഗൈസ്, ആൻസർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാവാടയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വാവാട ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് ഒന്ന് കടന്നാലോ. നമ്മളിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പൊടിയും എടുത്തിട്ടുണ്ട്. ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഉരുകി കാരമേഷൻ ആവേണ്ട കാര്യമില്ല, അതിൻ്റെ മുമ്പ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഉരുക്കിയെടുക്കാം. നമ്മളിവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ശർക്കരപ്പാനിയൊക്കെ അരിച്ചെടുക്കാൻ പോകണം. ഇവിടെ നമുക്ക് ചുക്ക്, തേങ്ങ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ചുക്ക് ചേർത്ത് കൊടുക്കാം. ചുക്ക് ചതച്ചത് ചേർത്തിരിക്കുകയാണ്. അതൊക്കെ മിക്സ് ആക്കുക. തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ തേങ്ങയൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. തേങ്ങ ചേർത്ത് നല്ലപോലെ ഇളക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല രുചിയായിട്ട് കിട്ടും. നമ്മുടെ ശർക്കരയൊക്കെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെയിലോട്ട് മാറ്റിയേക്കാം. വെയിലോട്ട് മാറ്റിയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ശർക്കര പാനി ഉണ്ടാക്കിയ ആ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ജീരകം ചാച്ചി ചേർത്തിരിക്കുകയാണ്. ജീരകം തിളച്ച ശേഷം വേണം അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ. തിളച്ച് വരുന്നുണ്ട്. വെള്ളം തിളച്ച ശേഷം വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ. അരിപ്പൊടി ചേർത്ത് കുറച്ച് ഇളക്കുക. അരിപ്പൊടി ചേർത്തിട്ട് ഗ്യാസ് ഓഫാക്കി ചൂടാറിയ ശേഷം വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഗ്യാസ് ഓഫാക്കി ഇനി ചൂടാറിയ ശേഷം വേണം കുഴച്ചെടുക്കാൻ. ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തിരിക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ജീരകം ചേർത്തു. ചുവന്നുള്ളി ചേർത്തു. തേങ്ങ ജീരകം ചേർത്തു. ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് മധുരം വെക്കാത്ത മാവാടയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിന് മെത്തേഡാണ്. നമ്മുടെ മാവും കാര്യങ്ങളൊക്കെ കുഴച്ചെടുക്കുകയാണ്. ഉണ്ടാക്കാൻ വേണം. അതിനായിട്ട് നമ്മൾ ഇല എടുത്തിരിക്കുകയാണ്. എടുത്ത ശേഷം നമ്മൾ കൈ വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം വേണം മാവ് എടുക്കാൻ. മാവ് എടുത്തിട്ട് നമ്മൾ ഇലയിലേക്ക് ചൂടുക.
കൈയുടെ പത്തയാണ് ഈ ഭാഗം വെച്ച് വേണം പരത്താൻ. കൈ വെള്ളത്തിൽ മുക്കുക, മുക്കിയിട്ട് വേണം പത്ത ഉപയോഗിച്ച് പരത്തിയെടുക്കാൻ. നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടുണ്ട് അടയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങളെ വീഡിയോ കാണിച്ചു തരാം. അല്ലാത്തൊരു അട ഉണ്ടാക്കി കാണിക്കുന്നത് ഇതിൽ ഷോർട്ടിന്. നമ്മളങ്ങ് മടക്കുകയാണ്. മടക്കിയിട്ട് അതേ മെത്തേഡ് തന്നെ നമ്മൾ മടക്കിയെടുക്കുകയാണ്. ഗോതമ്പടയും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള അടകളും നമുക്ക് റെഡിയാക്കി. അടയൊക്കെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. ഇത്ര അടകളാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അത് നോക്കി ഇനി ആവിയിൽ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വേവിച്ചെടുത്തു. ഇനി രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് ആവിയിലേക്ക് വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മളങ്ങനെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാം ഇരുന്ന് ഇഡ്ഡലി പാത്രത്തിൽ ഇരുന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. റെഡിയാക്കി. അപ്പം നിങ്ങളെ മുറിച്ച് കാണിക്കുക. അങ്ങനെ നമ്മൾ അപ്പമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ബാവയുടെ നടന്ന ബാവട. അപ്പോൾ വേലി സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപ്പമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക. നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.